ഇരുന്നിരുന്ന് ബോറടിച്ച് വേരിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സുഭാഷ് പാർക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബിബിയാണി നിന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് സുഭാഷ് പാർക്കിൽ പോകാൻ വിചാരിച്ചു കേട്ടോ. ഈ റോട്ടിൽ കൂടെ നടന്നിട്ട് ഞാൻ കിതച്ച് പോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാളൊരു കോമഡി പറഞ്ഞു, അമ്മയും അച്ഛനും 2 കൊച്ചുങ്ങളൊന്നും. എന്തൊരു ചളിയല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ ചളിയല്ല കേട്ടോ അത്. പിന്നെ നമ്മൾ ഇതാണ് ലക്ഷ്യമിട്ട് പോയെങ്കിലും ത്രിലോകിന് ഇവിടെ കളിക്കേണ്ടാന്ന്, ഊഞ്ഞാലടിയാൽ മതിയെന്ന്. പിന്നെ ഇവിടെ ഒരു ഇത്തം നമസ്കരിക്കേണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടി. ആ കാലിൻ്റെ കാറ്റടിച്ചിട്ട് അവിടെ നമ്മൾ നമസ്കരിച്ച് പോകും. പിന്നെ ത്രിലോകിന് ജിറാഫിനെ കയറണം, ഊഞ്ഞാലാറണം, ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിവിടെ കൊതുകടിയും കൊണ്ട് തൂണും വെച്ച് അരിക്കാട്ടോ. പിന്നെ ഇവിടെ 2-3 സുന്ദരി പെൺകുട്ടികൾ നല്ലതായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. ഇരുന്നിരുന്ന് കഴിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചപ്പോൾ അവിടെ ഇരുന്ന് ത്രിലോക ഇടയ്ക്കിടയ്ക്ക് വന്ന് അവന് ഫ്രണ്ട്സിനെ കിട്ടിയ കഥകളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു 8 മണിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വിശന്ന് കുടലെത്തിയുണ്ടായിരുന്നു. പിന്നെ ത്രിലോകിന് എന്താണെന്നറിയില്ല, പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ് വീട്ടിൽ പോയി കഞ്ഞിയും ചമ്മന്തിയും തിന്നാൻ പറ്റൂലെന്ന്. പിന്നെ നമ്മൾ നേരെ ഹോട്ടൽ സോനയിലോട്ടാണ് വന്നത്. ഇവിടെ വന്നത് ബിരിയാണി തന്നെയാണെങ്കിലും 8 മണി ആയതുകൊണ്ട് ബിരിയാണി തീർന്നായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തു ഇരിക്കലാണ് പരിപാടി. നമ്മളെന്താ നെയ്പ്പത്തലും ചിക്കൻ സ്റ്റൂവും പിന്നെ ചിക്കൻ ഒരു ഡ്രൈ ഫ്രൈ പോലത്തെ കുറച്ച് ക്യാപ്സിക്കം ഇട്ടതും പിന്നെ ഇതൊക്കെ ആയിട്ട് തിന്നത്. ഈ 2 സാധനങ്ങളുണ്ടല്ലോ, ഈ പൂരികൾ പോലത്തെ, അത് ഫ്രീ ആയിട്ട് വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണ്. ക്യാപ്സിക്കം കുറച്ച് ചിക്കനായിട്ട് എടുത്തോളൂ. ഞാൻ ക്യാപ്സിക്കൊക്കെയാണ് അധികം തിന്നത്. ഏതാ ഫുഡ് നല്ല വീട്ടിൽ ഫുഡ് ചെയ്ത ഫുഡ്? അമ്മ ഉണ്ടെങ്കിൽ ഫുഡ് മോശമല്ലേ? ആണോ? ഇതല്ലേ? ഓൻ്റെ തമാശ അത്ര എനിക്ക് ദഹിച്ചില്ല. പക്ഷേ ഓൻ നല്ല കാണാൻ മൊഞ്ചനായതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. വീട്ടിലെ ഫുഡാണോ ഇത് ഫുഡാണോ നല്ലതെന്ന് എനിക്ക് പോലും ഈ ഫുഡ് ഇഷ്ടം. പിന്നെ ഇങ്ങനെ വീട്ടിലെ ഫുഡാവണേ അപ്പം ഇത്രയുള്ള കേസ്.